ഹായ്, ഞാൻ ഹെന്ന അയ്യൂബ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഹാബ്സ്. ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിക്കുന്നിടത്താണ് നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഇതെങ്ങനെ ബാധിക്കുന്നു, നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്യും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ഓവർ തിങ്കിങ് സംഭവിക്കുന്നു, ഈ ഒരു ഓവർ തിങ്കിങ് കാരണം നിങ്ങളുടെ മാനസികമായിട്ടും നിങ്ങളുടെ ശാരീരികമായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് കണ്ടതിന് ശേഷം സെൽഫിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം ഈ ഒരു പാറ്റേണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഓവർ തിങ്കിങ്ങിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തുന്നതല്ല. നമ്മൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇത് ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നുള്ളതാണെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഒരേ ചിന്തയെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ഇമാജിനറി ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. നമ്മളിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്, ദിസ് ഈസ് ഗോയിങ് ടു ബി വേഴ്സ്റ്റ്, ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്, എൻ്റെ ലൈഫ് എന്നും പ്രശ്നമാണ്, ഞാൻ നല്ലൊരു വ്യക്തിയല്ല, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് പൊതുവേ നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ് പാറ്റേണിലെ തോട്ട്സ് നമ്മൾ എത്തിച്ചേരാറുള്ളത്. അതുകൊണ്ട് ഇത് നമുക്ക് ഹെൽപ്ഫുൾ അല്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഇത് നമ്മൾ ഒരു തരത്തിലും ഹെൽപ്ഫുൾ ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ അത്രയും നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഹോർമോൺസുകളാണെങ്കിലും നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളാണെങ്കിലും നമുക്ക് സെക്രീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടാണ്. ഇപ്പോൾ സേലേക്ക് നമ്മൾ പറയില്ലേ, കോർട്ടിസോളിൻ്റെ അളവ് കൂടുക, നമ്മളെ സ്ട്രെസ് ഹോർമോൺ കൂടുക, നമുക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ് പാറ്റേണിൽ നമ്മൾ എത്തിച്ചേരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മളെ ഹാർട്ട് ബീറ്റ് റേറ്റിലുള്ള വേരിയേഷൻസ്, അതേപോലെ നമ്മളെ ബോഡിയിലെ ബ്ലഡ് പ്രഷറിലൊക്കെ ചേഞ്ചസ് വരുത്താനും ഓൾ ടുഗദർ നമുക്ക് ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നതിനെ തടയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എവറി ഡേ ദിസ് ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് അവർ ഡേ ടു ഡേ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഹാപ്പി ലൈഫ്. ഫൈനലി നമ്മൾ ഇതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റണം എന്നുള്ളതും ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മാറ്റണം എന്നുള്ളത് അത്യാവശ്യകതയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂന്നാമതായിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കിതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാം, നമുക്കിതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ചിന്തകളെ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എന്നെ പൊതുവെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിമ്പിൾ കാര്യമായിരിക്കും നമ്മുടെ ചിന്തയിൽ വരുന്നത്. യു ട്രൈ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. പണ്ട് നമ്മൾ വയറുള്ള ഹെഡ്ഫോൺസ് എല്ലാം യൂസ് ചെയ്തിരുന്ന ആ ഹെഡ്ഫോൺസ് ഇങ്ങനെ ചൊറഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാഗിൽ നിന്ന് എടുത്ത് നമ്മൾ മെല്ലെ അത് ക്ഷമയോടുകൂടെ നമ്മൾ അയച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിനെ 2 വയറായിട്ടും ഒരു വയർ നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. അതേപോലെ നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ ടൂ മച്ച് ഓഫ് തോട്ട്സ് ഇങ്ങനെ വയർഡ് ചെയ്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പരിഹരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് ആ വയറിനെ അയച്ചെടുക്കുന്നത്, അതേപോലെ നിങ്ങൾക്ക് അയച്ചെടുക്കാൻ ഹെൽപ്ഫുൾ ആവുന്നത് നിങ്ങൾ റൈറ്റ് ചെയ്യുക. തോട്ട് നമ്പർ 1, തോട്ട് നമ്പർ 2, നമ്മൾ ഈ ചിന്തകൾ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. വാട്ട് ഓൾ ആർ, നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഈ എഴുതി വെച്ച തോട്ടുകൾ നിങ്ങൾ വായിച്ച് നോക്കുക. ശരിക്കും നിങ്ങൾ എഴുതി വെച്ച തോട്ട് ഫാക്റ്റ് ആണോ അതോ നിങ്ങളെ തോന്നലാണോ, നിങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതാണോ അല്ലയോ, ഇനി ഈ ഒരു ചിന്ത നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു തോട്ടിനെ ചാനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് വെരി വെൽ ആൻഡ് ഗുഡ്. ഇനി നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, യു ക്യാൻ ടോക്ക് ടു യുവർ ഫ്രണ്ട്, യു ക്യാൻ ടോക്ക് ടു യുവർ തെറാപ്പിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ചിന്തകളെ നിങ്ങൾക്ക് എങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകാന്നുള്ളത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ദി പ്രസൻ്റ് ആണ്. നമ്മൾ ഈ ഓവർ തിങ്കിങ് ഉള്ള സമയത്ത് വി ഐദർ ഗോ ടു ദി പാസ്റ്റ് ഓർ വി ഗോ ടു ദി ഫ്യൂച്ചർ. നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഒന്നെങ്കിൽ അന്ന് അങ്ങനെ സംഭവിച്ചു, അന്ന് അങ്ങനെയായി, അന്ന് അവരെ
എന്നോട് അത് ചെയ്തു, അന്ന് ഇതാക്കിയപ്പോൾ ശരിയായില്ല, ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ. നമ്മൾ മുന്നത്തെ സാധനങ്ങൾ വെച്ചിട്ട് റൂമിനേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാളെ എന്താവും, അതങ്ങനെ ആവില്ലേ, ഇങ്ങനെ ആവില്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല, ഇങ്ങനെയായിരിക്കും നമ്മൾ ചിന്തേൻ്റെ പാറ്റേൺ ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആവുക, പ്രസൻറ്റിനെ ഫോക്കസ് ചെയ്യുക. ഇപ്പം നമ്മളെ പ്രശ്നം എന്താ? ഇപ്പം ചില സമയം നമ്മൾ ലൈഫിലൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഭാവിയിലേക്ക് ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അതിന് പകരം നമ്മൾ മാറ്റിയിട്ട് ഈ ആഴ്ച എനിക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, ഈ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, ഈ നിമിഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ മൈൻഡ്ഫുള്ളായിട്ട് ഇന്നത്തെ പ്രസൻറ്റിലേക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനേക്കുള്ള തോട്ട്സിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓവർ തിങ്കിങ് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഗുഡ് കാര്യങ്ങൾ, ഗുഡ് ചേഞ്ചസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നല്ലൊരു യാത്ര പോവുക, നല്ലൊരു വാക്കിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഓവർ തിങ്കിങ് പാറ്റേൺ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോയി എന്താ പറയുക റൂമിലൂടെ നടക്കാം. ഇപ്പം എന്താ പറയുന്നത്, വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രാമായണം, ബൈബിള്, ഖുറാൻ പോലത്തെ റിതമിക് ആയിട്ടുള്ള ബുക്സുകൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ നമ്മളെ ലൈഫിൽ വരുന്നുണ്ട്, വെറുതെ ചിന്തിച്ച് കാട് കയറാൻ തോന്നുകയാണെങ്കിൽ യു ടേക്ക് എ ചേഞ്ച് ഫ്രം ദാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു നോക്കാം. ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് നിങ്ങളെ ഒരു തോട്ട്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് കണക്ട് ചെയ്യാം. സോ കീപ്പ് വർക്കിംഗ് ഓൺ ഇറ്റ്. ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കീപ്പ് വർക്കിംഗ് ഓൺ ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. നെക്സ്റ്റ് ടൈം വിൽ കം വിത്ത് അനദർ ടോപ്പിക്. താങ്ക് യു.